നമസ്കാരം. അടിപതറുന്ന ബി.ജെ.പിയുടെ പതനത്തിന് ആക്കം കൂട്ടുന്ന വാർത്തയാണ് അങ്ങ് ഹരിയാനയിൽ നിന്നും പൊട്ടിവീഴുന്നത്. 3 സ്വതന്ത്ര എം.എൽ.എമാർ ഹരിയാനയിലെ ബി.ജെ.പി സർക്കാരിന് പിന്തുണ പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നയാബ് സൈനി രാജിവെക്കണമെന്ന് ജെ.ജെ.പി നേതാവ് ദുഷ്യന്ത് ചൌട്ടാലയും ആവശ്യപ്പെട്ടു. ഹരിയാനയിലെ നയാബ് സൈനിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി സർക്കാരിൽ നിന്ന് 3 സ്വതന്ത്ര എം.എൽ.എമാർ പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിന് പിന്തുണ നൽകിയതിന് തൊട്ടു പിന്നാലെ മുൻ ഉപമുഖ്യമന്ത്രിയും ജനനായക് ജനതാ പാർട്ടി നേതാവുമായ ദുഷ്യന്ത് ചൌട്ടാലയും ബി.ജെ.പിക്കെതിരെ തിരിഞ്ഞു. 10 ലോക്സഭാ സീറ്റുകളുള്ള ഹരിയാനയിൽ സംസ്ഥാന സർക്കാരിന് 3 എം.എൽ.എമാർ പിന്തുണ പിൻവലിച്ചത് ബി.ജെ.പി എത്രത്തോളം ദുർബലമായെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിയമസഭയിലെ അംഗബലം അനുസരിച്ച് സംസ്ഥാന സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ ഹൂഡയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന കാര്യം നന്നായി പരിഗണിക്കുമെന്ന് ജെ.ജെ.പി നേതാവ് ചൌട്ടാല വ്യക്തമാക്കി. ബി.ജെ.പി സർക്കാരിനെ താഴെ ഇറക്കാൻ എന്തെങ്കിലും നടപടിയെടുക്കുമോ എന്ന് കോൺഗ്രസ് ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ചൌട്ടാല മാധ്യമങ്ങളോട് പറഞ്ഞത്. മെയ് 25-ന് ഹരിയാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഒരുങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാന രാഷ്ട്രീയം അടിമുടി അട്ടിമറിഞ്ഞിരിക്കുന്നത്. 3 എം.എൽ.എമാർ പിന്തുണ പിൻവലിച്ചു. കർണാലിൽ നിന്നുള്ള ലോക്സഭാ സ്ഥാനാർത്ഥി കൂടിയായ മനോഹർ ലാൽ ഖട്ടർ, ഹിസാറിലെ സ്ഥാനാർത്ഥി രഞ്ജിത് സിംഗ് എന്നിവരുൾപ്പെടെ 2 എം.എൽ.എമാർ വിധാൻസഭയിൽ നിന്ന് രാജിവെച്ചു. ഇതോടെ വിധാൻസഭയിൽ നിന്ന് ആകെ 5 എം.എൽ.എമാർ പുറത്തായി. ബി.ജെ.പി സർക്കാരിന് കേവല ഭൂരിപക്ഷം നഷ്ടമായെന്നാണ് ഇത് തെളിയിക്കുന്നത്. അതുകൊണ്ട് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാണ് ദുഷ്യന്ത് ചൌട്ടാല വ്യക്തമാക്കിയത്. 3 സ്വതന്ത്രരും പിന്തുണ പിൻവലിച്ച വിവരം ഗവർണറെ അറിയിച്ചു. ഇതിന്റെ വെളിച്ചത്തിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് രേഖാമൂലം കത്ത് നൽകുമെന്നും ചൌട്ടാല കൂട്ടിച്ചേർത്തു. എം.എൽ.എമാരായ ധരംപാൽ ഗോന്ദേർ, രൺധീർ ഗോലാൻ, സോംബീർ സാംഗ്വാൻ എന്നിവർ പിന്തുണ പിൻവലിച്ചതോടെ 40 എം.എൽ.എമാരുള്ള ബി.ജെ.പി 88 അംഗ നിയമസഭയിൽ ന്യൂനപക്ഷമായിരിക്കുകയാണ്. സഭയിലെ ഭൂരിപക്ഷം 45 ആണ്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ.ജെ.പി 10 സീറ്റും ബി.ജെ.പി 40 സീറ്റും നേടിയിരുന്നു. ഇരു പാർട്ടികളും തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തിൽ ഏർപ്പെടുകയും ഹരിയാനയിൽ സഖ്യ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. 2 മാസം മുമ്പ് ജെ.ജെ.പിയുമായുള്ള ബന്ധം ബി.ജെ.പി അവസാനിപ്പിച്ചിരുന്നു. സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് ബി.ജെ.പി ഹരിയാനയിൽ ഭരണം നിലനിർത്തിയിരുന്നത്. ജെ.ജെ.പി എം.എൽ.എമാർ പാർട്ടി വിട്ട് ബി.ജെ.പിക്ക് പിന്തുണ നൽകുമെന്ന ശ്രുതിയും ഇതിനിടയിൽ ശക്തമാണ്. ഭരണം നിലനിർത്താൻ ബി.ജെ.പി ഏതറ്റം വരെയും പോകുമെന്നുറപ്പാണ്. 6 മാസത്തിനകം അവിശ്വാസ പ്രമേയം സഭയിൽ കൊണ്ടുവരാനാകില്ലെന്ന നിലപാടിലാണ് ബി.ജെ.പി. ആയാറാം ഗയാറാം രാഷ്ട്രീയത്തിന് പണ്ടുമുതലേ പേരുകേട്ട ഹരിയാനയിൽ എന്തെല്ലാം രാഷ്ട്രീയ നാടകങ്ങൾ ഇനി കാണേണ്ടി വരും എന്ന് ഒരു ഉറപ്പുമില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം: കഴിഞ്ഞ തവണ 10-ൽ 10 നേടിയ ബി.ജെ.പി ഇത്തവണ വെള്ളം കുടിക്കുമെന്ന് ഉറപ്പാണ്.